എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. നമുക്ക് പലപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചു വരുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട എല്ലാ സെൻറ്റൻസുകളും നമുക്ക് കാണാപ്പാഠം പഠിച്ചു വെക്കുക പ്രായോഗികമല്ല. നമ്മൾ അത്യാവശ്യം വേണ്ട വാക്കുകളൊക്കെ വൊക്കാബുലറിയൊക്കെ സ്വായത്തമാക്കി കഴിഞ്ഞാൽ അതുപയോഗിച്ച് സ്വന്തമായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരിക. ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ അറിയാമെങ്കിൽ, ഓരോ സെൻറ്റൻസിൻ്റെയും പർട്ടിക്കുലർ സ്ട്രക്ചർ അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ 4 വിധത്തിലാണ് പൊതുവേ ഉള്ളത്. നമ്മളതിനെ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ, മലയാളത്തിൽ പ്രസ്താവനകൾ എന്ന് പറയും. അതേപോലെ ഇമ്പരറ്റീവ് സെൻറ്റൻസുകൾ, മലയാളത്തിൽ ആജ്ഞാവാക്യങ്ങൾ എന്ന് പറയും. ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്ന് പറയും. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, മലയാളത്തിൽ ആശ്ചര്യവാക്യങ്ങൾ എന്ന് പറയും. ഇത്തരം സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം. ബേസിക്കലി ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഒന്ന് തന്നെയാണെങ്കിലും ഇത് ഓരോന്നും എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ഒരു ബേസിക് സിമ്പിൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ്. അപ്പം അടുത്ത വീഡിയോ ഇവിടെ ഈ സെൻറ്റൻസ് ഐ എയ്റ്റ്, ഞാൻ തിന്നു. ആ സെൻറ്റൻസ് ഒന്ന് നോക്കുക. ആ സെൻറ്റൻസ് സ്ട്രക്ചറാണ് സബ്ജക്റ്റ് വെർബ്. അതായത് ഐ ആണ് സബ്ജക്റ്റ്, എയ്റ്റ് ആണ് വെർബ്. സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക്, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ എന്തോ പ്രവൃത്തി ചെയ്യുന്ന ആരോ എന്തോ അതാണ്. വെർബ് എന്ന് വെച്ചാൽ ആ പ്രവൃത്തി, an action word, the operating word, അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 2 വാക്കുകളേ ഉള്ളൂ, ഐ എയ്റ്റ്. വെൽ, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആൾ മാത്രം ആകണമെന്നില്ല. എപ്പോഴും ചിലപ്പോൾ ഏതെങ്കിലും ഒരു എന്തിനെക്കുറിച്ചെങ്കിലും പറയുകയാണെങ്കിൽ ദിസ് പെൻ ഈസ് വെരി ഗുഡ്, ഇവിടെ ഒരു പ്രവൃത്തിയില്ല. ദിസ് പെൻ ഈസ് വെരി ഗുഡ്, ഈ പെൻ നല്ലതാണ്, വളരെ നല്ലതാണ്. അവിടെ പ്രവൃത്തിയില്ല, ആകുന്നു എന്നാണ് പറയുന്നത്. ഈ പെൻ നല്ല പെൻ ആകുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി വെർബ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണ്. ഓക്കെ, ഇനി ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഐ എയ്റ്റ് എ മാംഗോ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഐ എയ്റ്റ് എന്നാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്തിരിക്കുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് തിന്നത്? ഐ എയ്റ്റ് എ മാംഗോ. എ മാംഗോ എന്നുള്ളതാണ് അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം. ആ പാർട്ടിനാണ് ഒബ്ജക്റ്റ് എന്ന് പറയുക. ഓക്കെ, ഒബ്ജക്റ്റ് പാർട്ട്. ഐ എയ്റ്റ് എ മാംഗോ. അതായത് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ, വെർബ് പ്രവൃത്തി. ഇനി ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആ പ്രവൃത്തിയുടെ ഇഫക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അതാണ് ഒബ്ജക്റ്റ്. ഇവിടെ അത് മാംഗോ ആണ്, ഒരു മാങ്ങയാണ് നമ്മൾ തിന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നായിട്ടുണ്ട്. അഗെയിൻ ഐ സബ്ജക്റ്റാണ്, എയ്റ്റ് വെർബാണ്, എ മാംഗോ അതിൻ്റെ ഒബ്ജക്റ്റാണ്. നമ്മുടെ ആ സെയിം സെൻറ്റൻസ് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, കുറേ കൂടി ഇൻഫർമേഷൻ ചേർത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് കഴിച്ചത്, എപ്പോഴാണ് കഴിച്ചതെന്നൊക്കെ കുറച്ചുകൂടി ഇൻഫർമേഷൻ. അപ്പം ഇങ്ങനെയാണ് സെൻറ്റൻസ്. ഐ എയ്റ്റ് മാംഗോ അറ്റ് മൈ ഗ്രോവ് ലാസ്റ്റ് ഡേ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ തോട്ടത്തിൽ വെച്ചൊരു മാങ്ങ തിന്നു. ഇങ്ങനെയാണ്.
അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പ്ലേസും ടൈമും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കൂ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, പ്ലേസ്, ടൈം, ഇത്രയും ഇൻഫർമേഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വേർഡ്സ് അറേഞ്ച് ചെയ്യണം, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം സ്വാഭാവികമായിട്ട് സബ്ജക്റ്റ്, പിന്നീട് വെർബ്, പിന്നെ വരുന്ന ഒബ്ജക്റ്റാണ്, പിന്നെ പ്ലേസ് ആണ്, പിന്നെ ടൈമാണ്. ഇതാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുക. നമുക്കിനിയും അത് എക്സ്റ്റെൻഡ് ചെയ്യാം, കൂടുതൽ ക്ലോസുകളൊക്കെ ചേർത്ത്. അതേക്കുറിച്ച് പിന്നീട് പറയാം. ബേസിക്കായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നിലവിൽ കണ്ട സെൻറ്റൻസ് ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന സെൻറ്റൻസാണ്. ഒരു ആക്ഷൻ വേർഡ് അതിനകത്തുണ്ട്. ഈ സെൻറ്റൻസ് നോക്കൂ. ഷീ ഈസ് എ ടീച്ചർ. അവർ ഒരു ടീച്ചറാണ്. ഇവിടെ പ്രവൃത്തിയില്ല, ഒരു ആകുന്നു എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതും സെൻറ്റൻസാണ്, ഇതിൻ്റെ സ്ട്രക്ചർ സെയിം ആണ്. ഇവിടെ ഷീ സബ്ജക്റ്റാണ്, ഈസ് ആണ് അതിനകത്തെ വെർബ്. ആകുന്നു എന്ന് പറയുന്ന ഈസ് ആണ് വെർബ്. ടീച്ചർ എന്നുള്ളത് ഒബ്ജക്റ്റ് പാർട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറും ആകുന്നു എന്ന് പറയുന്ന ആ സെൻറ്റൻസ് സ്ട്രക്ചറും കൂടെ ഒന്ന് മനസ്സിലിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ ആകും. ഓക്കെ, ഞാനൊരു സ്റ്റുഡൻ്റ് ആകുന്നു, എൻ്റെ അച്ഛനൊരു പോലീസുകാരനാകുന്നു എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഈ സ്ട്രക്ചറാണ് ഉപയോഗിക്കുക, ആകുന്നു. ഓക്കെ, ഇതേക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ പഠിച്ച ബേസിക് സ്ട്രക്ചർ വെച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അത് ബേസിക്കായിട്ടൊരു പ്രശ്നം നമ്മൾക്കപ്പോൾ അഭിമുഖീകരിക്കുക അതിൻ്റെ ടെൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ടെൻസ് എന്ന് പറഞ്ഞാൽ വേർബിൽ വരുന്ന മാറ്റങ്ങൾ. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കഴിഞ്ഞു പോയത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പതിവായി നടക്കുന്നത്, വരാൻ പോകുന്നത് എന്നൊക്കെ രീതിയിൽ ടെൻസ് മാറും. അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് ടെൻസുകൾ പിന്നീട് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഞാനിവിടെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സെൻറ്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് നോക്കൂ. ഈ സിറ്റുവേഷൻ നോക്കൂ. ഇവിടെ 2 പേര് സൈക്കിൾ ചവിട്ടുന്നുണ്ട്. നമുക്കതിനെ എങ്ങനെ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കുക. 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരെ they എന്നുള്ള പ്രോനൗൺ കൊണ്ട് അഡ്രസ്സ് ചെയ്യാം. ഇനി അവർ ചെയ്യുന്ന പ്രവൃത്തി സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കണ്ടിന്യൂസ് ടെൻസ് ആണ്, കണ്ടിന്യൂസ് ഫോമാണ് കാര്യം. അപ്പോൾ ആർ സൈക്ലിംഗ്, അവർ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ്. ഇവിടെ they എന്നുള്ളത് സബ്ജക്റ്റും ആർ സൈക്ലിംഗ് എന്നുള്ളത് വെർബുമാണ്. ഓക്കെ, മറ്റൊരു പിക്ചർ. ഒരാൾ യോഗ ചെയ്യുന്നു. സബ്ജക്റ്റ് ഒരു ലേഡിയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഷീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വെർബ്. ഷീ സബ്ജക്റ്റ്, ഈസ് പ്രാക്ടീസിങ് ആണ് വെർബ്. എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അതാണ് ഒബ്ജക്റ്റ്, യോഗ. സോ സെൻറ്റൻസ് ഇങ്ങനെയാണ്. ഷീ ഈസ് പ്രാക്ടീസിങ് യോഗ. ഷീ സബ്ജക്റ്റ്, ഈസ് പ്രാക്ടീസിങ് വെർബ്, യോഗ ഈസ് ഒബ്ജക്റ്റ്. ഇനി ഇവിടെ കുറേ മറ്റ് സിറ്റുവേഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസ്. So guys, thank you very much for watching this video. Hope this was useful to you, and please wait for the next video.